യുദ്ധാനന്തര ഗസയുടെ പുനർനിർമ്മാണത്തിന് 5300 കോടി ഡോളറിന്റെ പദ്ധതിയുമായി ഈജിപ്ത് രംഗത്ത്. 5 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനും ഫലസ്തീൻകാരെ കുടിയൊഴിപ്പിക്കുന്നത് ഒഴിവാക്കാനും അറബ് നേതാക്കൾ പിന്തുണയ്ക്കണമെന്ന് ഈജിപ്ത് അറബ് ഉച്ചകോടിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഫലസ്തീൻകാരെ ഒഴിപ്പിച്ച് ഗസയെ ഏറ്റെടുത്ത് ഉല്ലാസ കേന്ദ്രമാക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്ക് ബദലായാണിത് ഈ പദ്ധതി കൊണ്ടുവരുന്നത്. യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ഗസയിൽ 2 ലക്ഷം വീടുകളെങ്കിലും നിർമ്മിക്കേണ്ടി വരും. ഇന്നലെ കൈറോയിൽ നടന്ന അറബ് ഉച്ചകോടിയുടെ അന്തിമ പ്രമേയത്തിൽ പദ്ധതി നിർദ്ദേശം ഉൾപ്പെടുത്തുമെന്നാണ് സൂചന. ഗസയുടെ കാര്യങ്ങൾക്കായി ഒരു ഭരണ നിർവഹണ സമിതി ഉണ്ടാക്കണമെന്ന ആഹ്വാനവും അറബ് ഉച്ചകോടി നടത്തി. ഹമാസിനെ ഒഴിവാക്കി ഗസയുടെ ഭാവി ഭരണത്തിനുള്ള ശുപാർശ അന്തിമ പ്രമേയത്തിൽ പരാമർശിക്കുന്നില്ലെന്നാണ് സൂചന. ഗസ സ്വന്തമാക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് ഈജിപ്ത് തയ്യാറാക്കിയ ബദൽ പദ്ധതിയുടെ കരടിൽ ഹമാസിന് ഇടമില്ല എന്നതും ശ്രദ്ധേയമാണ്. നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിനു പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗസയിൽ കൊണ്ടുവരുമെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന് ലഭിച്ച കരട് രേഖ പറയുന്നു. രാജ്യാന്തര സേന സുരക്ഷ ഒരുക്കും. സൗദി അറേബ്യ, UAE, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഏതാനും ആഴ്ചകളായി ബദൽ പദ്ധതിയുടെ ചർച്ചയിലായിരുന്നു. യുദ്ധം അവസാനിച്ചതിനു ശേഷമാണോ മുൻപേയാണോ ഭരണമാറ്റം നടപ്പിലാക്കുകയെന്ന് രേഖയിൽ വ്യക്തമല്ല. ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഈജിപ്ത് പദ്ധതിയെ സ്വാഗതം ചെയ്തു. ഗസയുടെ പുനർനിർമ്മാണത്തിനുള്ള അറബ് രാജ്യങ്ങളുടെ ശ്രമത്തിന് UN മേധാവി അന്റോണിയോ ഗുട്ടറസ് പിന്തുണ അറിയിച്ചു. ഫലസ്തീൻകാരെ ഒഴിപ്പിച്ച ശേഷം ഗസ ഏറ്റെടുത്ത് ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഒഴിപ്പിക്കുന്ന ഫലസ്തീൻകാരെ ജോർദാനും ഈജിപ്തും ഏറ്റെടുക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനോട് അറബ് രാജ്യങ്ങൾക്ക് യോജിപ്പില്ലാത്ത സാഹചര്യത്തിലാണ് ബദൽ ആലോചിച്ചത്. എന്നാൽ ഗസ പുനർനിർമ്മാണത്തിന്റെ ചെലവ് ആര് വഹിക്കുമെന്ന് ഈജിപ്ത് പറയുന്നില്ല. ഹമാസിനെ മാറ്റി നിർത്തി ഗസയുടെ ഭരണ നിർവ്വഹണം എങ്ങനെ സാധ്യമാകുമെന്ന് വ്യക്തമല്ല. ഈജിപ്തിന്റെ പദ്ധതിക്ക് മറ്റ് അറബ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടോ എന്നതും രേഖയിൽ പറയുന്നില്ല. നിലവിലെ ഭരണകർത്താക്കളായ ഹമാസിന് പകരം അറബ് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഇടക്കാല ഭരണ സംവിധാനം ഗസയിൽ കൊണ്ടുവരുമെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന് ലഭിച്ച കരട് രേഖയിൽ വ്യക്തമാക്കുന്നു. അതേസമയം അവശേഷിക്കുന്ന 59 ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകുമെങ്കിൽ വെടിനിർത്തൽ 2ാം ഘട്ടത്തിലേക്ക് പോകാമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ഗസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം ഇസ്രായേൽ തടഞ്ഞതോടെ ഭക്ഷ്യസാധനങ്ങളുടെ ദൗർലഭ്യവും വിലക്കയറ്റവും ഉണ്ടാകുമെന്ന ആശങ്ക ഉയർന്നു. റമസാൻ കാലമായതിനാൽ വിലക്കയറ്റം തടയാൻ മാർക്കറ്റുകളിൽ ഹമാസ് കർശന പരിശോധന നടത്തുന്നുണ്ട്.